നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കടലിൽ തീ പിടിപ്പിച്ച് ഇറാന്റെ തീക്കളി. ഹോർമുസ് പൂർണ്ണമായും അടച്ചു. ചെങ്കടലിൽ ഹൂതികളെയും ഇറക്കി. അമേരിക്കൻ കപ്പൽപ്പട നെടുകെ പിളർക്കും എന്ന ഭീഷണിയാണ് ഹൂതികൾ മുഴക്കിയിരിക്കുന്നത്. ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം തുടങ്ങിയതോടെ അറബ് രാജ്യങ്ങൾ അവരുടെ ചരക്ക് കപ്പലുകൾ തുറമുഖങ്ങളിലേക്ക് അടുപ്പിച്ചു. ഹൂതികൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അറബ് രാജ്യങ്ങളുടെ കപ്പലുകളാണ്. ഗൾഫ് മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഹോർമുസ് അടച്ചതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ പുറത്തു കടക്കാനാകാതെ അകപ്പെട്ട് കിടക്കുന്നു. കടലുകളിൽ ഇറാൻ കിടന്ന് പുളച്ചിട്ടും അനങ്ങാതെ അമേരിക്ക. ഇറാനെ എങ്ങനെയും കരാറിൽ ഒപ്പിടിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ തിടുക്കം കൂട്ടുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ യുദ്ധത്തിന് ചാടി ഇറങ്ങാൻ ഇപ്പോൾ ഇസ്രയേൽ തയ്യാറായി നിൽക്കുകയാണ്. ജൂണിൽ ഒപ്പിട്ട 60 ദിവസത്തെ ഇറാൻ US ധാരണാപത്രത്തിന്റെ കാലാവധി ഞായറാഴ്ച തീരാനിരിക്കെ ചരക്ക് നീക്കം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച് ഹോർമുസ് കടലിടുക്ക് കിടക്കുകയാണ്. അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം രൂക്ഷമായതോടെയാണ് ഇത്. കഴിഞ്ഞ ദിവസം ഇറാൻ അനുമതിയോടെ ഒരു കപ്പൽ മാത്രം ഇതിലെ കടന്നുപോയിരുന്നു. ശരാശരി 140 കപ്പലുകൾ ദിവസേന കടന്നു പോയിരുന്ന കപ്പൽ പാതയാണ് ഇത്. ഇറാൻ സമുദ്രപാതയിൽ 7 കപ്പലുകൾ കൂടി അനുമതി കാത്തുകിടപ്പുണ്ട്. യുദ്ധം തന്നെയാണ് പരിഹാരമെന്ന് ഇസ്രയേൽ ഇപ്പോൾ വാദിക്കുകയാണ്. ഇറാനെ മതിച്ചു പുളയ്ക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇറാനെ കയറി അടിച്ച് തീർത്തേ മതിയാകൂ എന്ന കടുംപിടുത്തത്തിൽ ഇസ്രയേൽ നിൽക്കുമ്പോൾ ഒരു ഘോര യുദ്ധത്തിന് തന്നെ കളമൊരുങ്ങുകയാണ്. ധാരണാപത്രത്തിന്റെ കാലാവധി 2 ദിവസത്തിനുള്ളിൽ അവസാനിക്കും. അതിനുശേഷം ആക്രമണത്തിനാണ് ഇസ്രയേൽ കാത്തിരിക്കുന്നത്. അമേരിക്ക ഇനി ആവശ്യപ്പെട്ടാലും ഇസ്രയേൽ അത് അംഗീകരിക്കാൻ തയ്യാറായേക്കില്ല. അമേരിക്കയെ നമ്പി നിന്നിട്ട് കാര്യമില്ല എന്ന് ഇസ്രയേലിന് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല അമേരിക്ക കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് രാജ്യത്ത് ഡൊണാൾഡ് ട്രംപിന് നേരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിലേക്ക് അനാവശ്യമായി രാജ്യത്തെ കൊണ്ടെത്തിച്ചു എന്നാണ് ജനങ്ങൾ ഇപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ നടുക്കടലിൽ കിടക്കുകയാണ്. ഇതിലെ നാവികർ ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. ചിലർ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള ചില വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. കാരണം 250 ദിവസത്തിലേറെയായി ഈ കപ്പലിനുള്ളിൽ കിടക്കുകയാണ് അമേരിക്കൻ നാവികർ. അവർക്ക് പുറത്തേക്കിറങ്ങാനോ നാട്ടിലേക്ക് തിരിച്ചു വരാനോ ഒന്നും കഴിയാത്ത സാഹചര്യം. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും എന്ന് അറിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ കപ്പലിൽ അകപ്പെട്ട നാവികരുടെ കുടുംബങ്ങൾ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് നേരെ വലിയ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഘോര യുദ്ധത്തിലേക്ക് അമേരിക്ക ഇറങ്ങാൻ വഴിയില്ല. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധമാണ് വേണ്ടത്. കാരണം അവർ കണക്ക് കൂട്ടുന്നത് പോലെ ഒരു അടി ഇതുവരെയും ഇറാന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ് ഇസ്രയേലിന്. കാരണം അവർ കണക്ക് കൂട്ടിയിരുന്ന അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ പൂർണ്ണമായും ഇറാൻ ഇതുവരെ കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല. അവരുടെ അണ്വായുധ പരീക്ഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്രയേലിനെ വെറുപിടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ അടിച്ചു തീർത്തില്ലാതാക്കാതെ ഇസ്രയേൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല. അമേരിക്ക ആകട്ടെ ആശങ്കയിലൂടെ കടന്നു പോകുന്നു. ഇറാൻ US സമാധാനത്തിനായുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ തുടരുകയാണ്. ഹോർമുസ് തുറക്കാനുള്ള ജൂണിലെ കരാർ ഒപ്പിട്ട് ദിവസങ്ങൾക്കകം പൊളിഞ്ഞതോടെയാണ് സംഘർഷം വീണ്ടും ആരംഭിച്ചത്. പുതിയ കരാറിനായുള്ള ചർച്ചകൾക്ക് കഴിഞ്ഞ ദിവസം മധ്യസ്ഥരായ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ടെഹ്റാനിൽ സന്ദർശിച്ചിരുന്നു. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടത് എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. ഇറാനുമായി ചർച്ചകൾ നന്നായി നടക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ചൊവ്വാഴ്ച ഇറാൻ തുറമുഖത്തേക്ക് പോയ ചരക്ക് കപ്പലിന് നേരെ US സേന വെടിയുതിർത്തിരുന്നു. ഇതിനുശേഷമാണ് യുഎസിന് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇറാനും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇതിനിടെ കടലുകളിൽ വലിയ പ്രതിസന്ധിയാണ് യമനിലെ ഹൂതി വിമതർ സൃഷ്ടിക്കുന്നത്. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ ബാബൽ മന്ദേബ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. സൗദി പിന്തുണയുള്ള യമനിലെ സർക്കാർ പക്ഷ ഹൂതി വിരുദ്ധ സേനയുടെ കപ്പലിന് നേരെയായിരുന്നു ആക്രമണമുണ്ടായത്. 4 നാവികരും 2 സേനാംഗങ്ങളുമാണ് കൊല്ലപ്പെട്ടതെന്ന് യമൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. സർക്കാർ സേനയുടെ നിയന്ത്രണത്തിലുള്ള ചെങ്കടലിലെ മൊഖഹ് തുറമുഖത്തിന് നേരെയും കഴിഞ്ഞ ദിവസം ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. 2022 വെടിനിർത്തലിന് ശേഷം സർക്കാർ സേനയും ഹൂതികളും തമ്മിൽ നേർക്കുനേർ സംഘർഷം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു.
കഴിഞ്ഞ മാസം സൗദി സേന ഹൂതികളുടെ അധീനതയിലുള്ള സന രാജ്യാന്തര വിമാനത്താവളം ബോംബിട്ട് തകർത്തതോടെയാണ് വീണ്ടും സംഘർഷം ആരംഭിച്ചത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതിന് പിന്നാലെ ചെങ്കടലിൽ ബാബേൽ മന്ദബിൽ ഹൂതികൾ സൗദി കപ്പലുകൾക്ക് നേരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി അറബ് രാജ്യങ്ങൾക്ക് നേരെ ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട്. യമനിലെ തുറമുഖവും സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണശാല ആക്രമിച്ചിരുന്നു. ഇവിടെ വലിയ ആക്രമണമാണ് ഹൂതികൾ നടത്തിയത്. അരാംകോയ്ക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണം അത് ലോകത്തെ തന്നെ ബാധിക്കുന്നതാണ്. കാരണം ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരാണ്, എണ്ണ വിപണനക്കാരാണ് സൗദി. അവരുടെ പൈപ്പ് ലൈനുകൾക്ക് നേരെ, എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് പല രാജ്യങ്ങളെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ്. ഇതുകൂടാതെ യമൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്തിന് നേരെ ആക്രമണം നടത്തിയതോടെ യമൻ സർക്കാരിന് ഹൂതികൾ കൊടുക്കുന്ന മറുപടി അറബ് രാജ്യങ്ങളുമായി ചേർന്ന് ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞാൽ അതിശക്തമായ ആക്രമണം രാജ്യത്തിനുള്ളിൽ നടത്തും എന്നാണ്. യമൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ തുറമുഖമാണ് മൊഖ. ഹൂതി നിയന്ത്രണത്തിലുള്ള ഹൊദൈദ തുറമുഖം ഉപയോഗിക്കാതെ തന്നെ ചരക്ക് ഗതാഗതം സാധ്യമാക്കുക ലക്ഷ്യമിട്ട് തുറമുഖം നവീകരിച്ചിരുന്നു. ഈ തുറമുഖം ആക്രമിക്കാൻ കുറെ നാളായി ഹൂതികൾ നീക്കം നടത്തിയിരുന്നു. കാരണം ഇവിടെ ഹൊദൈദ തുറമുഖം മാത്രം മതി എന്നുള്ളതാണ് ഹൂതികളുടെ പ്രഖ്യാപനം. എന്നാൽ അത് അംഗീകരിക്കാൻ യമൻ സർക്കാർ ഒരുക്കമല്ല. ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ സർക്കാരും ഈ പറയുന്ന വിമതരും വലിയ യുദ്ധമാണ്, ആക്രമണമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരാംകോയ്ക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണം അത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു അറബ് രാജ്യങ്ങൾക്ക്. കാരണം സൗദിക്ക് നേരെ ഇന്ന് നടന്ന ആക്രമണം മറ്റ് രാജ്യങ്ങളിലേക്കും ഹൂതികൾ നടത്താൻ സാധ്യതയുണ്ട്. എണ്ണശാലയ്ക്ക് തീ പിടിച്ചിരുന്നു. ഈ തീ അണയ്ക്കാൻ തന്നെ മണിക്കൂറുകൾ വേണ്ടി വന്നിരുന്നു. പുലർച്ചെയായിരുന്നു ഹൂതികൾ ആക്രമണം നടത്തിയത്. ഈ രണ്ട് ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഹൂതികൾ വടക്ക് പടിഞ്ഞാറൻ യമനിലേക്ക് സൗദി ഡ്രോണുകൾ കടന്നു കയറുന്നതിനുള്ള മറുപടിയാണ് ആക്രമണമെന്ന് തിരിച്ചടിച്ചു. 2014 ആഭ്യന്തര യുദ്ധത്തിലൂടെ യമന്റെ തലസ്ഥാനമായ സന ഹൂതികൾ പിടിച്ചെടുത്തത് മുതൽ സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേനയുമായി ഏറ്റുമുട്ടലിലായിരുന്നു. 2022 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന താൽക്കാലിക സമാധാനം അടുത്തിടെയുണ്ടായ ഹൂതി ആക്രമണങ്ങളോടെ തകർന്നിരുന്നു. ചെങ്കടലിലെ ബാബേൽ മന്ദേബ് കടലിടുക്ക് സൗദിക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ഹൂതികൾ ചില കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഹൂതികളെ ഇറക്കി ഇറാൻ പണി തുടങ്ങിയതോടെ ഇസ്രയേൽ യുദ്ധക്കളത്തിൽ ഇറങ്ങാൻ തിടുക്കം കൂട്ടുന്നു. ഇറാന്റെ പ്രോക്സികളാണ് ഹൂതി, ഹമാസ്, ഹിസ്ബുള്ള, ഇറാഖ്, സിറിയ രാജ്യങ്ങളിലെ മിലീഷ്യകൾ എന്നിവർ. ഇവർ വീണ്ടും ശക്തരാകുന്നുവെന്ന് ഇസ്രയേലിന് ബോധ്യപ്പെട്ടു. ഈ ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയ്ക്ക് ആപത്താണ്. അവർ ശക്തരാകുന്നത് ഏറ്റവും വലിയ തിരിച്ചടി ഇസ്രയേലിന് തന്നെയാണ്. ഈ ഘട്ടത്തിൽ പ്രോക്സികളുടെ തലയായ ഇറാനെ മുച്ചൂടും തീർക്കാൻ പടപ്പുറപ്പാടുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ. ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാം. ഇസ്രയേലും തയ്യാറായി നിൽക്കുന്നു, ഇറാനും തയ്യാറായി നിൽക്കുകയാണ്. ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്തുന്നത് ലോകത്തെ ബാധിക്കുന്ന വിഷയമാണ്. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വരുന്ന എല്ലാ തരത്തിലുള്ള വ്യാപാരവും മുന്നോട്ട് കൊണ്ടുപോകുന്ന കപ്പലുകൾ സൂയസ് കനാലിലൂടെ പ്രവേശിച്ച് ചെങ്കടൽ വഴി ബാബേൽ മന്ദേബിലെത്തി വേണം അറബിക്കടലിലേക്ക് കടക്കാൻ. അതായത് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര റൂട്ടിനടുത്താണ് യമനും യമന്റെ ഭൂരിഭാഗം പ്രദേശവും നിയന്ത്രണത്തിലാക്കിയിരിക്കുന്ന ഹൂതികളും ഉള്ളത്. ഇവരുടെ തന്നെ നിയന്ത്രണത്തിലിരിക്കുന്ന ബാബേൽ മന്ദേബ് ഹൂതികൾ കടലാക്രമണത്തിന് തെരഞ്ഞെടുത്തതോടെയാണ് ഈ വഴി അപകട വഴിയായി മാറിയിരിക്കുന്നത്. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള എളുപ്പ വഴിയും കൂടിയാണ് സൂയസ് കനാൽ. അതുകൊണ്ട് തന്നെ എണ്ണ, ഗ്യാസ് എന്നിവയുടെ ചരക്ക് നീക്കത്തിൽ സൂയസ് കനാലിന് നിർണായക പങ്കുണ്ട്. 2023 പകുതി വരെ മാത്രം 9 മില്യൺ എണ്ണ ബാരലുകൾ അടങ്ങിയ കപ്പലുകളാണ് ഇതുവഴി കടന്നുപോയത്. ഓരോ വർഷവും 17,000 കപ്പലുകളെങ്കിലും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഹൂതികളുടെ ആക്രമണം മൂലം കപ്പലുകൾ ചെങ്കടൽ പാത ഉപേക്ഷിച്ചാൽ അത് ലോകത്താകമാനമുള്ള വിതരണ ശൃംഖലയെ തകർക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മാർക്കറ്റുകളിൽ സാധനം എത്തുന്നത് വൈകുന്നത് വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നത്. ഇന്ധന വില വർദ്ധിച്ചാൽ അത് മൊത്തം സാധനങ്ങളുടെ വില വർധനവിലേക്കും വഴിവെക്കും. ഇറാൻ പുറത്തെടുത്തിരിക്കുന്ന ആ ഒരു ആക്രമണ രീതി ഇപ്പോൾ മനസ്സിലാക്കുക. അതായത് മുഴുവൻ ലോകത്തെയും പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതാണ് ഇറാൻ പുറത്തെടുത്തിരിക്കുന്ന രീതി. ഹോർമുസ് പൂർണ്ണമായും ഇപ്പോൾ ഇറാൻ അടച്ചിരിക്കുന്നു. ഇറാൻ ഭരണകൂടമല്ല, IRGC എന്ന സൈന്യമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. IRGC ആണ് ഹോർമുസ് അടച്ചിരിക്കുന്നത്. മറ്റൊരു വശത്ത്, അതായത് ഹോർമുസ് അടച്ചപ്പോൾ തന്നെ ലോകം പ്രതിസന്ധിയിലായി. അതിൻ്റെ കൂടെയാണ് ചെങ്കടൽ കൂടി പ്രതിസന്ധി ഉണ്ടാക്കി അവിടെ ഹൂതികളെ ഇറക്കിയിരിക്കുന്നത്. ഇതോടുകൂടി 2 പ്രധാന കപ്പൽ ചാലുകൾ
പ്രതിസന്ധിയിലായി അടച്ചുപൂട്ടേണ്ട നിലയിലേക്ക് എത്തുന്നു. ഇത് ലോകത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. കടലുകളിൽ ഭീകരവാദം പുറത്തെടുക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ അവരെ അടിച്ചു തീർക്കണം എന്ന കട്ടായം പ്രഖ്യാപനവുമായി നിൽക്കുന്നത്. ഇതിനിടെ ഒരിഞ്ച് പോലും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്താൻ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. അമേരിക്കൻ നാവിക ഉപരോധത്തെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെയും പൂർണ്ണമായി ഇറാൻ തള്ളി. ഹോർമുസ് കടലിടുക്കിന്മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും അത് തുടരുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന നടത്തിയത്. അതായത് ഇവിടെ പൂർണ്ണമായ അധികാരം ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ പ്രസ്താവനകൾ. ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേലുള്ള അമേരിക്കൻ നാവിക ഉപരോധം ഒരു ഉരുക്ക് മതിൽ പോലെ തുടരുകയാണെന്നും അതിനെ മറികടക്കാൻ ഇറാന് സാധിക്കില്ല എന്നും ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ അമേരിക്കയുടേത് വെറും വ്യാജ പ്രചരണമാണെന്ന് ഇറാൻ മറുപടി നൽകി. തങ്ങളുടെ പ്രഥമ ആവശ്യങ്ങളായ അമേരിക്കൻ നാവിക ഉപരോധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഉപരോധങ്ങൾ പിൻവലിക്കുക, മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുക എന്നിവ നടപ്പിലാക്കാതെ സന്ധിയില്ല എന്ന നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഫെബ്രുവരി 28-ന് ഇറാനെതിരെ ആരംഭിച്ച യുദ്ധത്തിന് അയവ് വരുത്താൻ ജൂണിൽ ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നുവെങ്കിലും ജൂലൈ പകുതിയോടെ അത് തകരുകയും ഇരുഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. വീണ്ടും ഈ രാജ്യങ്ങളെ ഒരു കരാറിലേക്ക്, സമാധാന കരാറിലേക്ക് കൊണ്ടെത്തിക്കാനാണ് അറബ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി നിയന്ത്രണങ്ങളെക്കുറിച്ച് ഒമാനുമായി ഇറാൻ സമാന്തര ചർച്ചകൾ നടത്തുന്നുണ്ട്. കരാറുകളേക്കാൾ ഉപരി ഇവയുടെ നിർവഹണത്തിനാണ് ഇറാൻ പ്രാധാന്യം നൽകുന്നത്. രാജ്യത്തിന്റെ ഭാവി സ്ഥിരത ഉറപ്പാക്കുന്ന സുരക്ഷാ ഉറപ്പുകളും സാമ്പത്തിക ആവശ്യവുമാണ് ഇറാൻ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതേസമയം വരാനിരിക്കുന്ന നവംബർ മിഡ് ടേം തെരഞ്ഞെടുപ്പിന് മുൻപായി യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള വഴി അമേരിക്കൻ ഭരണകൂടം തിരയുന്നുണ്ടെങ്കിലും തങ്ങൾ ജയിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഹോർമുസിലൂടെ പ്രതിദിനം 9 ദശലക്ഷം ബാരൽ എണ്ണ പുറത്തേക്ക് പോകുന്നുണ്ടെന്ന US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് വിപണി വിശകലന വിദഗ്ധർ വ്യക്തമാക്കുന്നു. യുദ്ധത്തിന് മുൻപ് പ്രതിദിനം 130 മുതൽ 140 വരെ കപ്പലുകൾ കടന്നുപോയിരുന്ന ഹോർമുസിലൂടെ നിലവിൽ ഗതാഗതം വൻതോതിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. പോർട്ട് വാച്ച്, കെപ്ലർ എന്നിവയുടെ കണക്കുകൾ പ്രകാരം ഉപരോധം പുനഃസ്ഥാപിച്ചതിന് ശേഷം പ്രതിദിനം ശരാശരി 4 കപ്പലുകൾ മാത്രമാണ് ഇതുവഴി കടന്നുപോകുന്നത്. ചൊവ്വാഴ്ച വെറും 8 കപ്പലുകൾ മാത്രമാണ് കടലിടുക്ക് മുറിച്ചു കടന്നത്. ഉപരോധം ശക്തമാക്കിയ ശേഷം 59 വാണിജ്യ കപ്പലുകളെ US സൈന്യം തിരിച്ചുവിടുകയും 3 എണ്ണം പ്രവർത്തനരഹിതമാക്കുകയും 2 എണ്ണത്തിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ചൊവ്വാഴ്ച പനാമ പതാക ഘടിപ്പിച്ച കപ്പലുകൾക്ക് നേരെ US നാവികസേന ഹെലികോപ്റ്റർ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അയൽ രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കായി തങ്ങളുടെ പ്രദേശമോ വ്യോമാതിർത്തിയോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് ഇറാഖ് പ്രധാനമന്ത്രി അലി അൽസൈദി വ്യക്തമാക്കി. ഇറാഖിന്റെ പരമാധികാരവും വ്യോമാതിർത്തിയും ലംഘിക്കുന്ന ഒരു നടപടിയും വെച്ചുപൊറുപ്പിക്കില്ല എന്ന് എയർ ഡിഫൻസ് കമാൻഡ് സന്ദർശനത്തിനിടെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ലബനൻ, സിറിയ, ഗസ എന്നിവിടങ്ങളിലെ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് തങ്ങളുടെ സൈന്യം പിന്മാറില്ല എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് വ്യക്തമാക്കി. ഇതിനിടെ ബാബൽ മന്ദബ് കടലിടുക്കിലെ യമനിലെ ഹൂതികൾ ആക്രമണം കടുപ്പിച്ചതോടെ ഹൂതികളെ പാഠം പഠിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾക്ക് കയറി അടിക്കാൻ ചില പരിമിതികളുണ്ട്, എന്നാൽ ആ പരിമിതികളും കടന്ന് ഞങ്ങൾ അവിടെ കയറി അടിച്ചിരിക്കുമെന്നും ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഹൂതികൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നത് ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്കാണെന്നും അമേരിക്ക ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കടലിടുക്കുകളിൽ നിന്ന് ഈ ഭീകര കൂട്ടത്തെ അഴിക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. ട്രംപിനെ വിശ്വസിച്ചവരെ മുഴുവൻ ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ് ട്രംപ്. അറബ് രാജ്യങ്ങൾ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. സൗദിയിലേക്കൊക്കെ ഹൂതികൾ ആക്രമണം നടത്തിയതോടെ മറ്റ് അറബ് രാജ്യങ്ങൾക്ക് നേരെയും ഹൂതികൾ ആക്രമണത്തിന് പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. ഹൂതികൾ ആക്രമിക്കുക പ്രധാനമായും അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരിക്കും. പ്രധാനമായും എണ്ണ കേന്ദ്രങ്ങൾ നോക്കിയായിരിക്കും ആക്രമണം നടത്തുക. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാൽ ഹൂതികളെ തച്ച് തകർക്കാൻ തങ്ങൾ ഇറങ്ങുമെന്നാണ് ഇസ്രയേൽ ഇപ്പോൾ വാദിക്കുന്നത്. മറ്റൊരു വശത്തൂടെ ഇസ്രയേൽ പറയുന്നു, ഞങ്ങൾ ഇറാന് നേരെയും ആക്രമണം നടത്തും. ഒന്നോർക്കുക, ഞങ്ങൾക്കാരുടെയും സഹായം ആവശ്യമില്ല. ഞങ്ങൾ യുദ്ധം തുടങ്ങുമ്പോൾ ഒരു രാജ്യങ്ങളും ഞങ്ങൾക്ക് പിന്തുണയായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പശ്ചിമേഷ്യയിലെ ഇറാന്റെ പ്രോക്സികളെ മുഴുവൻ അടിച്ചില്ലാതാക്കിയത് ഞങ്ങളാണ്. പിന്നീടാണ് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് എത്തുന്നത്. അതുവരേക്കും ഞങ്ങൾ ശത്രുക്കൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരേ സമയം ഞങ്ങൾ 4ഉം 5ഉം കേന്ദ്രങ്ങൾക്ക് നേരെ, ശത്രുക്കൾക്ക് നേരെ ആക്രമണം നടത്തി.
പല രാജ്യങ്ങളിലായി ഞങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്ന ശത്രുക്കൾ ഒരുപാടാണ്. ഒരേ സമയം അവരെയൊക്കെ കയറി അടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിലനിന്നത്. ഞങ്ങൾക്കറിയാം ഇറാൻ എന്ത് മറുപടി കൊടുക്കണമെന്നും ആര് ഞങ്ങൾക്ക് സഹായവുമായി നിന്നില്ലെങ്കിലും ഇറാനെ തീർത്തിട്ടേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ള ഘോര വെല്ലുവിളിയാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. പ്രതിസന്ധി രൂക്ഷമാണ്. പശ്ചിമേഷ്യ ആളിക്കത്തുമോ എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത്. കടലിലേക്ക് ഹൂതികൾ കൂടി ഇറങ്ങിയതോടെ കടലിടുക്കുകൾ പ്രതിസന്ധി നേരിടുകയാണ്. വ്യാപാരത്തെ ബാധിച്ചിരിക്കുകയാണ്. ലോകം പ്രതിസന്ധിയിലാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.